നമസ്കാരം, ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ. ഈ ഇടയൊക്കെ ആയിട്ട് കൗൺസിലിംഗ് കേസുകൾ കൂടുതൽ വരുമ്പോൾ അതില് കപ്പിൾസിന്റെ കൗൺസിലിംഗ് എടുക്കുമ്പോൾ അതിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, ഇവർക്ക് എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ലാസ്റ്റ് അതിന്റെ കോർ പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കും. ലൈംഗിക ബന്ധത്തിലുണ്ടാവുന്ന തൃപ്തിക്കുറവ്, ലൈംഗിക ബന്ധത്തോടനുബന്ധിച്ചുണ്ടാവുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും ഇവരുടെ കോർ ആയിട്ടുള്ള ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്. ബാക്കി ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം ഇതേ ചുറ്റി മുകളിലോട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് കൗൺസിലറാണ്. അപ്പൊ ഞാൻ അവളോട് ഇങ്ങനെ സംസാരിച്ചപ്പം അവള് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അവളും ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. കപ്പിൾസിനെ നമ്മൾ എപ്പോ കൗൺസിലിങ്ങിന് ഇരുത്തി കഴിഞ്ഞാലും അവരുടെ പ്രശ്നങ്ങളെല്ലാം വന്ന് അവസാനിക്കുന്നത് ഈ ലൈംഗിക ബന്ധത്തിലെ തൃപ്തി കുറവില്ലായിരിക്കും. അപ്പൊ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവര് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു കാലത്ത്, അതായത് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഫോർ പ്ലേ എന്ന് പറയുന്ന ടോപ്പിക് വലിയ വ്യാപകമായിട്ട് നമ്മൾ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു. അപ്പൊ ഈ ഫോർ പ്ലേയിൽ തന്നെ ഇപ്പോഴും പലർക്കും അതിന്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം എന്താണ്, അതിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാവാത്തവരുണ്ട്. ഇല്ലെങ്കിൽ തന്നെ മനസ്സിലായി കഴിഞ്ഞാൽ പോലും ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ആയതിനു ശേഷം അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവരുണ്ട്. ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ ഒരു 3-4 വർഷം ചിലപ്പോൾ അവരതെല്ലാം സഹിച്ച് ആ തൃപ്തിക്കുറവെല്ലാം സഹിച്ചിരിക്കും. പിന്നീട് അവർക്ക് ഈ തൃപ്തിക്കുറവ്, നിങ്ങളോടുള്ള വെറുപ്പും ദേഷ്യവും ഒക്കെ ആയി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പ്രശ്നമാവും. നിങ്ങൾ തൊട്ടേനും പിടിച്ചതിനല്ല ഇവർ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പക്ഷെ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കണമെന്നില്ല, ഈ ഒരു കാര്യമാണ് അതിന്റെ കോറായിട്ടുള്ള ഒരു അടിസ്ഥാന പ്രോബ്ലം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എല്ലാ കപ്പിൾസിനും അങ്ങനെ ആയിരിക്കണം എന്നില്ല, പക്ഷെ ഞാൻ കൗൺസിലിംഗ് ചെയ്തതിൽ ഭൂരിഭാഗം കപ്പിൾസിന്റെയും അടിസ്ഥാന പ്രശ്നം ഇത് തന്നെയായിരുന്നു. ചെറിയ കുറച്ച് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ലൈംഗികത ആസ്വദിക്കാനും അതില് രണ്ട് പങ്കാളികൾക്കും ഒരേപോലെ തൃപ്തി വരുത്താനും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന പല പ്രോബ്ലംസ് ഒന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം, സ്ത്രീന്റെയും പുരുഷന്റെയും ശരീരം ഒരുപോലെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതല്ല, അല്ലെങ്കിൽ അവരുടെ ഹോർമോൺസ് ഒരേപോലെയുള്ളവയല്ല, ഹോർമോൺസിന്റെ പ്രവർത്തനം ഒരേപോലെയുള്ളവല്ല, ശരീരഘടന ഒരേപോലെയുള്ളതല്ല. പുരുഷന്മാർക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അധികം സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് പങ്കാളികളുടെ ഒരു ശരീരഭാഗം കണ്ടാലോ, അല്ലെങ്കിൽ പങ്കാളികളോട് കുറച്ചു നേരം സംസാരിക്കോ, ലൈംഗിക ബന്ധത്തെക്കുറിച്ച് സംസാരിക്കോ, ഫോൺ വീഡിയോസോ കണ്ടാലോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാവും. പക്ഷെ സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല. സ്ത്രീകൾക്ക് ഒരിക്കലും പുരുഷന്മാരുടെ ഒരു അവയവം കണ്ടാലോ, അല്ലെങ്കിൽ പുരുഷന്മാരോട് അതിനെക്കുറിച്ച് സംസാരിച്ചാലോ, ഫോൺ വീഡിയോസ് കണ്ടാലോ അവർക്ക് പെട്ടെന്ന് ലൈംഗിക ഉത്തേജനം ഉണ്ടാവില്ല. അപ്പൊ ഈ ഫോർ പ്ലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറെടുക്കുന്ന നിമിഷങ്ങളെയാണ് നമ്മൾ ഈ ഫോർ പ്ലേ എന്ന് പറയുന്നത്. ഫോർ പ്ലേ ഒരിക്കലും സ്ത്രീകൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതല്ല, പുരുഷന്മാർക്കും അത് ആവശ്യമാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ നീഡ്സ് ആണ്. അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ആവശ്യമാണ്, അല്ലാതെ പുരുഷന്മാർക്ക് മാത്രം ഉള്ളൊരു നീഡ്സ് അല്ല. പല പുരുഷന്മാരും ഇത് മനസ്സിലാക്കുന്നില്ല. അവരുടെ വിചാരം അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവരുടെ പങ്കാളികൾ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അവളൊന്നും മിണ്ടാത്തത്. പലപ്പോഴും സ്ത്രീകൾ മിണ്ടാതിരിക്കുന്നത് ഒന്നെങ്കിൽ അവർക്ക് നാണം, അല്ലെങ്കിൽ മടി, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ച് തുറന്ന് അവരുടെ പങ്കാളികളോട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇനി സംസാരിച്ചാൽ തന്നെ അവരെന്ത് വിചാരിക്കും, അവർ നമ്മളെ കുറിച്ച് മോശം കരുതോ എന്നുള്ള പേടിയൊക്കെ കാരണമായിരിക്കും നിങ്ങളുടെ പങ്കാളികൾ തൃപ്തി കിട്ടുന്നില്ലെങ്കിൽ പോലും അത് നിങ്ങളോട് പറയാത്തത്. ഇനി ഇപ്പൊ പല പുരുഷന്മാരോട് തന്നെ നമ്മൾ അത് തൃപ്തി കിട്ടുന്നില്ല എന്ന് പറയുന്ന പങ്കാളികൾക്ക് പോലും അവർ അതിനൊരു വാല്യൂ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരവരുടെ പങ്കാളികളുടെ സാറ്റിസ്ഫാക്ഷൻ, ഒരു തൃപ്തിക്ക് അവരൊരു വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അവർ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി പുരുഷന്മാരുടെ ലൈംഗിക ഉത്തേജനം നടക്കുന്നത് അവരുടെ അവയവത്തിന് ചുറ്റും മാത്രമാണ്, അതായത് ലൈംഗിക അവയവത്തിന് ചുറ്റും മാത്രമാണ് പുരുഷന്മാരുടെ ലൈംഗിക ഉത്തേജനം നടക്കുക. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് ലൈംഗിക ഉത്തേജനം നടക്കുന്നത് അവയവങ്ങളിൽ മാത്രമല്ല. അവർക്ക് ലൈംഗിക ഉത്തേജനം നടക്കണമെങ്കിൽ അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു പ്ലേസിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇണയോട് സംസാരിക്കും, കഡൽസ് ചെയ്യും, ഹഗ് ചെയ്യും, കിസ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ എപ്പോഴും പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളോട് ബന്ധപ്പെടുന്നതിന് മുന്നേ നിങ്ങൾ അവരോട് സംസാരിച്ചിരിക്കണം, നിങ്ങൾ അവരോട് കുറച്ചു നേരം കഡിൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഹഗ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മാത്രമേ അവർ മാനസികമായും ശാരീരികമായും ഒരു ലൈംഗിക ബന്ധത്തിന് തയ്യാറാവുന്നുള്ളൂ. അതുപോലെ ഒട്ടും കംഫർട്ട് അല്ലാത്ത പ്ലേസിൽ, നിങ്ങളുടെ പങ്കാളികൾക്ക് ഒട്ടും കംഫർട്ട് അല്ലാത്ത പ്ലേസിൽ, അവർ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന ടൈമിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാൾക്കും അതിന്റെ ഗുണം ലഭിക്കുകയില്ല, രണ്ടാൾക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയില്ല. പലപ്പോഴും പുരുഷന്മാരെ ഈ കാര്യങ്ങളിൽ മിസ്ലീഡ് ചെയ്യുന്ന ഒന്നാണ് ഫോൺ വീഡിയോസ്, അതുപോലെ നിങ്ങൾ കാണുന്ന സിനിമകള്,
നിങ്ങൾ വായിച്ചു കിട്ടുന്ന അറിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പങ്കുവെക്കുന്ന അറിവുകളൊക്കെ ഈ കാര്യങ്ങളിൽ പുരുഷന്മാരെ മിസ്ലീഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ പല പുരുഷന്മാരും, എല്ലാ പുരുഷന്മാരും എന്നല്ല, ചിലരെങ്കിലും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ പുരുഷന്മാര് ഒരു സ്ത്രീനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാവും എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. ബസ്സിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പല പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ട് ഈ ലൈംഗികപരമായിട്ടുള്ള ചേഷ്ടകൾ കാണിക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നോട്ടങ്ങളോ ആ രീതിയിലുള്ള തൊടലുകളോ സ്ത്രീകളിൽ അറപ്പ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അവരിൽ അതൊരു ലൈംഗിക ഉത്തേജനം നൽകുന്നില്ല. പതുക്കെ പതുക്കെ അവർക്ക് ആ ലൈംഗിക ബന്ധത്തോട് അറപ്പ് തോന്നാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതുപോലെ തന്നെ വേദനാജനകമായിട്ടുള്ള സെക്സ്, നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ പങ്കാളികൾക്ക് അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ കൂടി തെറ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോർപ്ലേ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ വജൈൻ സ്രവം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ യോനി സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. ഈ യോനി സ്രവം ഉണ്ടാവുകയും വജൈനയിൽ ആവശ്യത്തിന് ലുബ്രിക്കേഷൻ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലിംഗയോനി പ്രവേശനം നടക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാവുകയില്ല. ആദ്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീക്ക് ഈ അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാവുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ഫോർപ്ലേന്റെ കുറവ് കൊണ്ടാണ്, ഇല്ല എങ്കിൽ യൂട്രസ് വജൈനൽ അവയവങ്ങളോട് ബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഡിസീസുകൾ നിങ്ങൾക്ക് ഉണ്ടാവും, എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പങ്കാളികൾക്ക് വേദനാജനകമായിട്ടുള്ള ലൈംഗിക ബന്ധമാണ് എപ്പോഴും ഉണ്ടാവുന്നത്. അവർ സെക്സിൽ ഏർപ്പെടുമ്പോഴെല്ലാം അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാവുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടെ പോകെ പോകെ ഈ ബന്ധത്തോട് ഒരു അറപ്പ് വരികയും അവർക്കൊരു പേടി വരികയും ഈ സമയമാവുമ്പോൾ അവർ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒഴിവുകഴിവുകൾ പറഞ്ഞ് എന്തെങ്കിലും അസുഖങ്ങളാണ് എന്ന് പറഞ്ഞ് ഈ ഒരു ലൈംഗിക ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള പങ്കാളികളെ എനിക്ക് നേരിട്ടറിയാം. നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ പങ്കാളികൾക്ക് അസഹനീയമായിട്ടുള്ള വേദനയുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഫോർപ്ലേന്റെ കുറവുണ്ട്. നല്ല രീതിക്ക് ഫോർപ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വജൈന ലുബ്രിക്കേഷൻ നന്നായിട്ട് നടക്കുകയുള്ളൂ. വജൈനൽ ലുബ്രിക്കേഷന് വേണ്ടിയിട്ട് ലുബ്രിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നവരുണ്ട്, എണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്, വെള്ളം, തുപ്പലം അങ്ങനെയുള്ളതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വജൈനയിൽ ഓരോ ഫംഗൽ ഇൻഫെക്ഷൻസിന് കാരണമാവുന്നു മാത്രമേ ഉള്ളൂ. ഫോർപ്ലേ നന്നായിട്ട് നടക്കുകയാണ് എങ്കിൽ ശരീരം നാച്ചുറലി തന്നെ സ്രവം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വജൈന ലുബ്രിക്കേഷൻ ആവാനായിട്ട്. ഇനി ഫോർപ്ലേ നടക്കുന്നില്ല എങ്കിൽ എന്താണ് ഈ സ്ത്രീകളുടെ യോനിയിൽ സംഭവിക്കാം? യോനി അല്ലെങ്കിൽ വജൈൻ കനാൽ നിർമ്മിച്ചിരിക്കുന്ന മസിൽസ് കോൺട്രാക്ട് ചെയ്യാനും ഡയലേറ്റ് ചെയ്യാനും കഴിവുള്ളവയാണ്. അപ്പം ഫോർപ്ലേ നടക്കുന്നില്ല എങ്കിൽ ആ കോൺട്രാക്ഷനും ഡയലേഷനും നന്നായിട്ട് നടക്കുകയില്ല. ഇത് കോൺട്രാക്ട് ചെയ്ത് തന്നെ ഇരിക്കുകയും നല്ല മുറുക്കം ഫീൽ ചെയ്യുകയും ചെയ്യും. ഭയങ്കരമായിട്ടുള്ള വേദന നിങ്ങളുടെ സ്ത്രീ പങ്കാളികൾക്ക് നൽകുകയും ചെയ്യും. ഇങ്ങനെ കോൺട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് ലിംഗപ്രവേശനം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വേദന ഉളവാവുകയും അവർക്ക് സെക്സിനോട് ഒരു താല്പര്യക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ബീജം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ അവരുടെ ആ ലൈംഗിക ഉത്തേജനം പതുക്കെ പതുക്കെ കുറയുകയും അവര് പിന്നെ കിടന്നുറങ്ങുകയും ചെയ്യും. പല സ്ത്രീകളും കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യം ഇതാണ്, ആഫ്റ്റർ സെക്സ് അവർക്ക് അത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും സ്ത്രീകളിൽ ചിലപ്പം ഉത്തേജനം പകുതി എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. ഫോർപ്ലേ നന്നായിട്ട് നടത്തിയിട്ടില്ലെങ്കിലുള്ള വേറൊരു പ്രശ്നമാണിത്. അപ്പം അങ്ങനെ പകുതിയിൽ എത്തുമ്പോഴത്തേക്കും പുരുഷന്മാർ അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബീജെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും അവരൊരു സൈഡിലോട്ട് നീങ്ങി കിടക്കും. സ്ത്രീകള് അവർക്ക് തൃപ്തിയാവാണ്ട് ഇവരോടൊന്നും തുറന്നു പറയാണ്ട് ഇങ്ങനെ ഇരിക്കും. കൂടാണ്ട് സെക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു കിടന്നുറങ്ങുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളോട് കുറച്ചു നേരം സംസാരിക്കും, അവരോട് കുറച്ചു നേരം കഡ്ല് ചെയ്യും, ഹഗ് ചെയ്യും ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ തൃപ്തിക്കുറവ് പതുക്കെ മാറി കിട്ടുന്നതും കൂടിയാണ്. സ്ത്രീകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലൈംഗിക ഉത്തേജനം എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല കിട്ടുക. അവരോട് സംസാരിക്കുന്നതിലൂടെ, അവരെ തലോടുന്നതിലൂടെ, അവരെ ഹഗ് ചെയ്യുന്നതിലൂടെ, കടില് ചെയ്യുന്നതിലൂടെ ഒക്കെ അവർക്കിത് അനുഭവപ്പെടും. അപ്പൊ ആ കാര്യങ്ങളും കൂടി പുരുഷന്മാരൊന്ന് ശ്രദ്ധിക്കാം. കൂടാണ്ട് വരുന്നൊരു കംപ്ലൈന്റ് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വരുന്ന കംപ്ലൈന്റ് തന്നെയാണ്. പുരുഷന്മാര് സ്ത്രീകളുടെ, അതായത് അവരുടെ പങ്കാളികളുടെ ഏതെങ്കിലും ശരീരഭാഗത്തെ കുറിച്ച് ബോഡി ഷേമിങ് ചെയ്യുന്നത്. അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ബെഡ്റൂമില് സെക്സിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നെയോ കഴിഞ്ഞോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴോ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും അവരെ മാനസികമായിട്ട് തളർത്തുകയും അതുപോലെ തന്നെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പല പുരുഷന്മാരും ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുപ്രായത്തിലൊക്കെ അവർക്ക് പല ഫാന്റസീസ് ഉണ്ടാവും. പല രീതിയിലുള്ള, പല രൂപത്തിലുള്ള, ആകൃതിയിലുള്ള സ്ത്രീകളെ വേണം കല്യാണം കഴിക്കാനെന്ന ആഗ്രഹം ഉണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങളും ഒരുപോലെയല്ല. വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും, ആകൃതിയിൽ വ്യത്യാസം ഉണ്ടാവും, കളറിൽ വ്യത്യാസം ഉണ്ടാവും. ഓരോ ശരീരത്തിനും ഓരോ പ്രത്യേകതകളാണ് ഉള്ളത്.
അപ്പൊ അത് അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെയുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. കല്യാണം കഴിച്ചു കഴിഞ്ഞ് ബെഡ്റൂമിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഓരോ കമന്റും ഇതിനെക്കുറിച്ച് പറയുന്ന ഓരോ പോരായ്മകളും അത് നിങ്ങളുടെ പങ്കാളികളെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ സ്ത്രീകൾക്ക് അവരുടെ ഏതെങ്കിലും ഒരു അവയവങ്ങളെ കുറിച്ച് നിങ്ങൾ മോശമായിട്ട് കമന്റ് ചെയ്യുകയാണ്, അതും ഈ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുന്ന ടൈമിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് കാലാകാലങ്ങളോളം മനസ്സിൽ നിൽക്കുകയും ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നവരും ഇപ്പൊ കല്യാണം കഴിഞ്ഞവരും അല്ലാണ്ട് ദീർഘകാലം ഈ ലൈംഗിക ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. കൗൺസിലിംഗിന് വരുന്ന പല പുരുഷന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഇവര് കഴിവ് തെളിയിക്കലാണ് ലൈംഗിക ബന്ധം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന്. കൗൺസിലിംഗ് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഒരു കഴിവ് തെളിയിക്കലല്ല ഈ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. അത് രണ്ടാക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ്, രണ്ടാക്കും തൃപ്തി കിട്ടുന്ന, നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ നീഡ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമായിട്ട് വേണം അതിനെ കണക്കാക്കാൻ വേണ്ടിയിട്ട്. വിവാഹ ജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിന് എപ്പോഴും ഒന്നാം സ്ഥാനം തന്നെയാണ് ഉള്ളത്. പക്ഷെ പോകെ പോകെ നമ്മൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കലില്ല എന്ന് മാത്രം. അങ്ങനെ ചെയ്യുന്നതിന് പകരം എല്ലാ കാലങ്ങളിലും അതിനനുസരിച്ച് ആ ലൈംഗിക ബന്ധത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ സെക്ഷൽ ലൈഫും നിങ്ങളുടെ വിവാഹ ജീവിതവും കുറച്ചും കൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.